ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന എന്നാൽ അറിയില്ലാത്തവർക്ക് സ്വന്തമായി വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു സിമ്പിൾ ബേസിക് വീഡിയോയാണ് ടെക്നോ ടിപ്സ് ഓറിയയിൽ ഇന്ന്. നിങ്ങളുടെ വണ്ടിയുടെ കൃത്യമായ മൈലേജിനും പെർഫോമൻസിനും വണ്ടിയുടെ ശ്വാസകോശമായ എയർ ഫിൽറ്റർ വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണ്. വണ്ടിയുടെ സീറ്റ് അഴിക്കുന്നതിന് വേണ്ടി ഇഗ്നീഷൻ കീ ഈ ലോക്കിലിട്ട് തിരിച്ചതിന് ശേഷം താഴെ കാണുന്ന ഈ ലിവറിൽ പിടിച്ച് താഴേക്ക് വലിച്ചുകൊണ്ട് സീറ്റിൻ്റെ ബാക്ക് ഭാഗം മുകളിലേക്ക് ഉയർത്തിയാൽ മതി. ഇനി നമുക്ക് 4 സ്റ്റാർ സ്ക്രൂ ഊരിയെടുക്കാനുണ്ട്. ഇതിൽ 2 എണ്ണം പ്രത്യക്ഷത്തിൽ തന്നെ കാണാവുന്നതാണ്. ബാക്കിയുള്ള 2 എണ്ണം ഒരല്പം ഉള്ളിലായിട്ടാണ്. ഇതാണ് 3ാമത്തെ സ്ക്രൂ. ഓപ്പോസിറ്റ് ഭാഗത്ത് ഇവിടെയായി 4ാമത്തെ സ്ക്രൂവും. 4 സ്ക്രൂകളും മുഴുവനായി റിലീസ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ക്ലിപ്പ് ഇതുപോലെ വലിച്ച് നമുക്ക് വേർപെടുത്തി വെക്കണം. ഇനി നമുക്ക് ഫിൽറ്റർ കവറിങ് ഇതുപോലെ റിമൂവ് ചെയ്യാവുന്നതാണ്. വണ്ടിയുടെ കൃത്യമായ മൈലേജിനും നല്ല എഞ്ചിൻ പെർഫോമൻസിനും ഓരോ 12,000 കിലോമീറ്ററിലെങ്കിലും എയർ ഫിൽറ്റർ മാറണമെന്നാണ് നിങ്ങളുടെ വണ്ടിയുടെ സർവീസ് മാനുവൽ പറയുന്നത്. കൂടുതൽ പൊടിയുള്ള കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന വണ്ടികളാണെങ്കിൽ അതിന് മുൻപ് തന്നെ എയർ ഫിൽറ്റർ പ്രോപ്പറായി ചെക്ക് ചെയ്ത് മാറുന്നതാണ് നല്ലത്. എപ്പോഴും ഒറിജിനൽ സ്പെയർ ഉപയോഗിക്കുന്നതായിരിക്കും വളരെ നല്ലത്. 192 രൂപയാണ് ഈ ഫിൽറ്ററിൻ്റെ വില. ഈ കാണുന്ന കട്ടിങ് ഇടത് ഭാഗത്ത് വരുന്ന രീതിയിലാണ് ഫിൽറ്റർ നമ്മൾ ഇടുമ്പോൾ വരേണ്ടത്. പ്രോപ്പറായി സീറ്റിങ്ങിൽ വന്നതിന് ശേഷം അതിൻ്റെ സൈഡിൽ മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. പേപ്പർ ഭാഗത്ത് തൊടാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഇനി നമുക്ക് ഫിൽറ്റർ കവറിങ്ങിൻ്റെ എയർ വെൻ്റ് വലതുഭാഗത്ത് വരുന്ന രീതിയിൽ കവറിങ് ഇട്ട് കൊടുക്കണം. കവറിങ്ങിൻ്റെ ഇരു സൈഡുകളും പ്രോപ്പറായി വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം റിലീസ് ചെയ്ത ക്ലിപ്പ് തിരികെ ഫിക്സ് ചെയ്യണം. 4 സ്ക്രൂകളും തിരികെ ഇട്ട് സീറ്റ് തിരികെ വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്